ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കേരള PSCക്ക് ആവശ്യമായ കെമിസ്ട്രിയിലെ വാതകങ്ങൾ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കുമായിട്ടാണ്. അതിൽ നമ്മൾ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, അമോണിയ, ക്ലോറിൻ. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസിനായിട്ടും ഷോർട്ട് വീഡിയോസിനായിട്ടും കറണ്ട് അഫെയർസിനായിട്ടും ഒക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ വാതകം ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 1 ആണ് അല്ലേ? ഓക്കെ. പ്രപഞ്ചത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ വാതകമാണ് ഹൈഡ്രജൻ. ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകവും ഹൈഡ്രജനാണ്. അതുപോലെ തന്നെ സ്വയം കത്തുന്ന വാതകം എന്ന വിശേഷണമുള്ള വാതകം ഏതാണ്? ഹൈഡ്രജനാണ്. സൂര്യനിലെ ഊർജ്ജ സ്രോതസ്സ് എന്നതും ഏതാണ്? ഹൈഡ്രജൻ. എല്ലാ ആസിഡുകളിലും കാണപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ. ആസിഡിൻ്റെയും ആൽക്കലിയുടെയും സ്വഭാവം കാണിക്കുന്ന വാതകം, അതുപോലെ തന്നെ വനസ്പതി നെയ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ലാവോസിയയാണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണെങ്കിൽ ഹൈഡ്രജൻ എന്ന പേര് നൽകിയ ആൾ ലാവോസിയയാണ്. ഹൈഡ്രജന് 3 ഐസോട്ടോപ്പുകളാണുള്ളത്. ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം ആൻഡ് ട്രിഷിയം. ന്യൂട്രോണുകളില്ലാത്ത ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് പ്രോട്ടിയം. അപ്പോൾ എന്താണ് ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകൾ? ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. അതിൽ തന്നെ ന്യൂട്രോണുകളില്ലാത്ത ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് ഏത്? പ്രോട്ടിയം. ഒരു ന്യൂട്രോൺ മാത്രമുള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം. 2 ന്യൂട്രോണുകളുള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് ട്രിഷിയം. അതുപോലെ ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് ട്രിഷിയം. ഈ ഐസോട്ടോപ്പുകളെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ റിപ്പീറ്റഡ് ചോദ്യങ്ങളാണ് കേട്ടോ. ന്യൂട്രോണുകൾ ഇല്ലാത്ത ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് പ്രോട്ടിയം, 1 ന്യൂട്രോൺ ഉള്ളത് ഡ്യൂട്ടീരിയം, 2 ന്യൂട്രോണുകൾ ഉള്ളത് ട്രിഷിയം. ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഏതാണ്? ട്രിഷിയമാണ്. അതുപോലെ ആണവ നിലയങ്ങളിൽ മോഡറേറ്ററായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തമാണ് ഡ്യൂട്ടീരിയം ഓക്സൈഡ്. ആണവ നിലയങ്ങളിൽ മോഡറേറ്ററായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ സംയുക്തം ഏതാണ്? ഡ്യൂട്ടീരിയം ഓക്സൈഡ്. റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ദ്രവ ഹൈഡ്രജനാണ്. ദ്രവ ഹൈഡ്രജനാണ് റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം. അടുത്തത് ഹൈഡ്രജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് ബോഷ് പ്രക്രിയ. ഹൈഡ്രജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ബോഷ് പ്രക്രിയ. ഹൈഡ്രജൻ എന്ന പേരിനർത്ഥം എന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്ന എന്നർത്ഥമാണ് ഹൈഡ്രജൻ എന്ന പേരിന് അർത്ഥം വരുന്നത്. ഹൈഡ്രജൻ എന്ന പേര് കൊടുത്തത് ആരാണ്? ലാവോസിയാണ് അല്ലേ? ഓക്കെ. ലോഹഗുണം പ്രദർശിപ്പിക്കുന്ന അലോഹ മൂലകമാണ് ഹൈഡ്രജൻ. ലോഹഗുണം പ്രദർശിപ്പിക്കുന്ന അലോഹ മൂലകം കൂടിയാണ് ഹൈഡ്രജൻ. അതുപോലെ 1 ഇലക്ട്രോൺ മാത്രമുള്ള ആറ്റമാണ് ഹൈഡ്രജൻ ആറ്റം. ലഘുവായ ആറ്റം, ഏറ്റവും ലഘുവായ ആറ്റമാണ് ഹൈഡ്രജൻ. അതുപോലെ തന്നെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം, ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടാത്ത മൂലകം, ഇവയൊക്കെ ഏതാണ്? ഹൈഡ്രജനാണ്. ഇനി ഹൈഡ്രജൻ ബോംബിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകൾ ഏതൊക്കെയാണ്? ഡ്യൂട്ടീരിയം, ട്രിഷിയം. ഹൈഡ്രജൻ ബോംബിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ ഐസോട്ടോപ്പുകളാണ് ഡ്യൂട്ടീരിയം, ട്രിഷിയം എന്നിവ. സാധാരണ ഹൈഡ്രജൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? പ്രോട്ടിയമാണ്. സുലഭമായി കാണപ്പെടുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് പ്രോട്ടിയം തന്നെയാണ്. ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകം ഏതാണ്? ഹൈഡ്രജൻ സൾഫൈഡ്. ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകമാണ് ഹൈഡ്രജൻ സൾഫൈഡ്. ഹൈഡ്രജൻ്റെ രൂപാന്തരങ്ങൾ കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? ഹെയ്സൻബർഗ് ആണ്. ഹൈഡ്രജൻ്റെ രൂപാന്തരങ്ങൾ കണ്ടുപിടിച്ചത് ഹെയ്സൻബർഗ് ആണ്. അതുപോലെ ഹൈഡ്രജൻ്റെ രൂപാന്തരങ്ങൾ ഏതൊക്കെയാണ്? ഓർത്തോ ഹൈഡ്രജൻ, പാരാ ഹൈഡ്രജൻ, ഇവയൊക്കെയാണ് ഹൈഡ്രജൻ്റെ രൂപാന്തരങ്ങൾ. തുറന്ന പുസ്തകത്തിൻ്റെ ആകൃതിയുള്ള ഹൈഡ്രജൻ സംയുക്തം ഏതാണ്? ഒരു ഓപ്പൺ ബുക്കിൻ്റെ ആകൃതിയിലുള്ള ഹൈഡ്രജൻ സംയുക്തമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു ബ്ലീച്ചിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കുന്നതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. അത് എന്തിൻ്റെ ആകൃതിയാണ്? ഒരു തുറന്ന ബുക്കിൻ്റെ, ഒരു ഓപ്പൺ ബുക്കിൻ്റെ ആകൃതിയാണ്. ഇനി ജലവും പൊട്ടാസ്യവുമുള്ള പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജനാണ്. ജലവും പൊട്ടാസ്യവുമായി ഉള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജനാണ്. ആസിഡുകൾ ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകവും ഏത് തന്നെയാണ്? ഹൈഡ്രജനാണ്. ഏതൊരു ആസിഡ് ഏതൊരു ലോഹവുമായി പ്രവർത്തിക്കുമ്പോഴും നമുക്ക് ലഭിക്കുന്ന വാതകം ഹൈഡ്രജനാണ്.
ഇനി ഹൈഡ്രജനെ ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കാതിരിക്കാൻ കാരണം എന്താണ്? അതിൻ്റെ സ്ഫോടന സാധ്യത വളരെ കൂടുതലായതുകൊണ്ടാണ് ഹൈഡ്രജനെ നമ്മൾ ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കാതിരിക്കാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഹൈഡ്രജനെ കുറിച്ചിട്ടുള്ളത്. ഇതിൽ ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന വാതകമാണ് നൈട്രജൻ. ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ എത്രയായിരുന്നു? 1 ആയിരുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 7 ആണ് നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ. ഇനി ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകമാണ് നൈട്രജൻ. ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകമാണ് നൈട്രജൻ. നമ്മൾ ഹൈഡ്രജൻ എന്താ പറഞ്ഞിരുന്നത്? കത്താൻ സഹായിക്കുന്ന വാതകം അല്ലേ? ഓക്കെ. ഇനി അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകവും നൈട്രജൻ തന്നെയാണ്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം നൈട്രജനാണ്. എത്രയാണ്? 78% ത്തോളമാണ് അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം. എത്രയാണ്? 78%. ഓക്കെ. അടുത്തത് മാംസ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കൂടിയാണ് നൈട്രജൻ. നൈട്രജൻ കണ്ടുപിടിച്ചതാരാ? ഡാനിയൽ റുദർഫോർഡാണ് നൈട്രജൻ കണ്ടുപിടിച്ചത്. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന വാതകം ഏതാണ്? നൈട്രസ് ഓക്സൈഡ് ആണ് ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന വാതകം. ഇനി ചിരിപ്പിക്കുന്ന വാതകം ഏതാ? നൈട്രസ് ഓക്സൈഡാണ്. നൈട്രസ് ഓക്സൈഡാണ് ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത്. സ്ഫോടക വസ്തുവായ ഡയനാമെറ്റിൻ്റെ അടിസ്ഥാന ഘടകം ഏതാണ്? നൈട്രോ ഗ്ലിസറിനാണ്. സ്ഫോടക വസ്തുവായ ഡയനാമെറ്റിൻ്റെ അടിസ്ഥാന ഘടകമാണ് നൈട്രോ ഗ്ലിസറിൻ. വോട്ട് ചെയ്യുമ്പോൾ വിരലിൽ പുരട്ടുന്ന നൈട്രജൻ സംയുക്തം ഏതാണ്? സിൽവർ നൈട്രേറ്റ് ലായനി. വോട്ട് ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ വിരലിൽ പുരട്ടുന്ന ആ ഒരു സംയുക്തം അത് നൈട്രജൻ സംയുക്തമാണ്. അത് എന്താണ്? സിൽവർ നൈട്രേറ്റ് ലായനിയാണത്. ഏറ്റവും കൂടുതൽ നൈട്രജൻ അടങ്ങിയ വളം ഏതാണ്? യൂറിയയാണ്. അനസ്തെറ്റിക്കായി ഉപയോഗിക്കുന്ന മനുഷ്യനിർമ്മിത നൈട്രജൻ സംയുക്തമാണ് നൈട്രസ് ഓക്സൈഡ്. ഇനി ഈയം പൂശുന്നതിന് മുമ്പ് പാത്രങ്ങൾ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന നൈട്രജൻ സംയുക്തം നവസാരമാണ്. നവസാരം എന്ന് പറഞ്ഞാൽ അമോണിയം ക്ലോറൈഡാണ്. അപ്പോൾ എന്താണ്? ഈയം പൂശുന്നതിന് മുമ്പ് പാത്രങ്ങൾ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന നൈട്രജൻ സംയുക്തമാണ് നവസാരം അല്ലെങ്കിൽ അമോണിയം ക്ലോറൈഡ്. അടുത്തതായിട്ട് ഹൈഡ്രജനും നൈട്രജനും ചേർന്നുണ്ടാകുന്ന ആസിഡ് ഏതാണ്? HNO3 ആണ് ഹൈഡ്രജനും നൈട്രജനും കൂടി ചേർന്നുണ്ടാകുന്ന ആസിഡ്. നൈട്രജൻ അടങ്ങിയ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴുണ്ടാകുന്ന വിഷവാതകമാണ് ഹൈഡ്രജൻ സയനൈഡ്. നൈട്രജൻ അടങ്ങിയ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴുണ്ടാകുന്ന വിഷവാതകത്തിൻ്റെ പേരാണ് ഹൈഡ്രജൻ സയനൈഡ്. ഡയനാമെറ്റിൻ്റെ രാസനാമം എന്താണ്? ഡയനാമെറ്റിൻ്റെ രാസനാമമാണ് ഗ്ലിസറൈൽ ട്രൈ നൈട്രേറ്റ്. ഗ്ലിസറൈൽ ട്രൈ നൈട്രേറ്റ് ആണ് ഡയനാമെറ്റിൻ്റെ രാസനാമം. ഓക്കെ. അടുത്തത് നൈട്രേറ്റുകളുടെ സാന്നിധ്യം മനസ്സിലാക്കുന്നതിനുള്ള ടെസ്റ്റാണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ്. നൈട്രേറ്റുകളുടെ സാന്നിധ്യം മനസ്സിലാക്കുന്നതിനുള്ള ടെസ്റ്റിൻ്റെ പേരാണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. 2 വാതകങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത പാർട്ട് 2 ആയിട്ട് നമ്മുടെ അടുത്ത വാതകങ്ങളുമായിട്ട് ഞാൻ വരും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ വീഡിയോസ്.